അവിടുന്നു ഭാരമേൽക്കും, കൈവിടും പോലെ നീ മാറി നിൽക്കും. കരമേകി അവിടുന്നു ഭാരമേൽക്കും, കൈവിടും പോലെ നീ മാറി നിൽക്കും. അറിയാതെ എല്ലാം കവർന്നു വയ്ക്കും, അറിയാതെ എല്ലാം കവർന്നു വയ്ക്കും. അവസാനം ചിരിയോടെ ദാനമേകും, പരിഭവം പറയുവാൻ വന്നു നിന്റെ ചിരിയിൽ ഞാനെല്ലാം മറന്നു. നമസ്കാരം, ലെറ്റ്സ് എക്സ്പ്ലോർ വിത്ത് ഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാതരോഗം കൊണ്ട് വളരെയധികം ക്ലേശം അനുഭവിച്ചാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരിലെത്തുകയും അങ്ങനെയാണ് നാരായണീയം രചിക്കുകയും അങ്ങനെ ഒടുവിൽ നാരായണീയം രചിച്ച അവസാനത്തെ വരി ആവുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ധന്വന്തരി മൂർത്തിയുടെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഭട്ടതിരിപ്പാട് 3 കാര്യങ്ങളാണ് ഭഗവാനോട് ആവശ്യപ്പെടുന്നത്. ആയുസ്, ആരോഗ്യ, സൗഖ്യം, ഇതാണ് ആ 3 കാര്യങ്ങൾ. നാരായണീയത്തിന്റെ അവസാന വരികളിലും ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ഒരു മനുഷ്യ ജീവിതത്തിൽ ആയുസിന്റെയും ആരോഗ്യത്തിന്റെയും സൗഖ്യത്തിന്റെയും മൂല്യം എത്രയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു കഥ കേട്ടാലോ? ഒരുപാട് വർഷം മുമ്പുള്ളൊരു കഥയാണ് കേട്ടോ ഇത്. കുമാരനല്ലൂർ പ്രദേശത്ത് വളരെ സമ്പന്നതയോടുകൂടിയും അതേപോലെ തന്നെ ഒരുപാട് അറിയപ്പെട്ട പ്രസിദ്ധമായ ഒരു ഇല്ലം ഉണ്ടായിരുന്നു. ആ ഇല്ലത്തിന്റെ പേരാണ് ഉറിയൻ മഠം എന്ന്. ആ ഉറിയൻ മഠത്തില് ഒരു നമ്പൂതിരി താമസിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ദാമോദരൻ നമ്പൂതിരി എന്ന്. പക്ഷെ അദ്ദേഹം വളരെയധികം പിശുക്കനായിരുന്നു. അതായത് സമ്പന്നതയുടെ നടുക്കിലാണ് അദ്ദേഹം ജീവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടെ പിശുക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പിനെ പോലെയായിരുന്നു. ഒരു മനുഷ്യന് പോലും അദ്ദേഹം ഒന്നും കൊടുക്കില്ല. അതായത് വളരെ ധനാഢ്യനാണെങ്കിൽ പോലും അദ്ദേഹം പിശുക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ട് നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ദിവസം വാതരോഗം പിടിപെടുകയാണ് ചെയ്യുന്നത്. അതായത് വളരെ കലശലായ വാതരോഗമാണ് അദ്ദേഹത്തിന് പിടിപെടുന്നത്. അങ്ങനെ കാലും കയ്യും തളർന്ന് അദ്ദേഹം അങ്ങനെ ഒരു കടപ്പിലാവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പരസഹായം കൂടാതെ ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. അപ്പോ ഒരുപാട് വൈദ്യന്മാർ വന്നു. അതായത് കുറെ സ്ഥലത്തു നിന്നൊക്കെ അതായത് നാനാ പ്രദേശത്തു നിന്നും വൈദ്യന്മാരെത്തുകയാണ് അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി. പലതരം മരുന്നുകൾ അദ്ദേഹം കഴിക്കുന്നുണ്ട്. പക്ഷെ ഒന്നിലും അദ്ദേഹത്തിന് ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നില്ല. രോഗപീഠയും ദുഃഖവും അധികരിച്ചു വരുന്ന സമയമാണ് ഉറിയൻ മഠത്തിന്. അപ്പോൾ സ്വാഭാവികമായി എല്ലാവരെയും പോലെ ഉറിയൻ മഠവും ഭഗവാനിലേക്ക് തിരിയുകയാണ് ചെയ്യുന്നത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ വാതരോഗം മാറ്റിക്കൊടുത്ത ആളാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ, സാക്ഷാൽ ധന്വന്തരി മൂർത്തി. അതുകൊണ്ട് തന്നെ തന്നെയും കൈവിടില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉറിയൻ മഠത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഉറിയൻ മഠൻ തന്നെ ഭഗവാൻ സമർപ്പിച്ച് ഭഗവത് ചിന്തയിലൂടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ നിത്യവും അദ്ദേഹം ഭഗവാനെ സ്മരിച്ച് കുറച്ച് ഒരു പിടി വെള്ളി നാണയങ്ങൾ അദ്ദേഹം മാറ്റിവെക്കാൻ തുടങ്ങി. മാത്രല്ല, ഈ വെള്ളി നാണയം 1000 തികയുമ്പോൾ താൻ നേരിട്ട് ചെന്ന് ഇത് ഗുരുവായൂരപ്പന് സമർപ്പിക്കും എന്നുള്ളത് അദ്ദേഹം മനസ്സാൽ നേർന്നു. മനുഷ്യന് ധനവും ആഢ്യത്യമൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഒരു കാര്യമില്ല. എപ്പോഴാണ് ഈ രോഗപീഡനം വന്നു കഴിഞ്ഞാൽ ആകെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഒന്നുമല്ലാത്ത രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുക. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ഉറിയൻ മഠൻ മനസ്സിലാക്കുകയാണ്, 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ താൻ ഭഗവാന് വേണ്ടി നീക്കി വെച്ച ആ വെള്ളിക്കിഴി, അതായത് വെള്ളിപ്പണം 1000 തികയുകയാണ് എന്ന്. അദ്ദേഹം ആ 1000 തികഞ്ഞ വെള്ളി നാണയങ്ങളെ ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് കിഴി പോലെയാക്കി ഒരു പല്ലക്കും കൂടെ തയ്യാറാക്കി 4 പേരെ കൊണ്ട് ചുവപ്പിച്ച് അദ്ദേഹം ആ പല്ലക്കിലിരുന്ന് ആ കിഴിയും എടുത്ത് ഒരു കുട്ടി പട്ടരെ അദ്ദേഹത്തിന്റെ കൂടെയും കൂട്ടി ഗുരുവായൂരിലേക്ക് യാത്രയാവുകയാണ്. ഗുരുവായൂരിലെത്തുന്ന ഉറിയൻ മഠം തന്റെ സുഹൃത്തായ ഒരു കീഴ്ശാന്തിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഭഗവാനെ സ്മരിച്ച് രാത്രി ഉറങ്ങുകയാണ്. അപ്പോൾ ഉറങ്ങുമ്പോഴാണ് അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നത്. ഭഗവാൻ അദ്ദേഹത്തിനോട് വന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് ഭഗവാൻ പറയുന്നത്? പെൺകൊട കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു സാധുവായ ബ്രാഹ്മണൻ നാളെ അങ്ങയെ സമീപിക്കും. എനിക്ക് വേണ്ടി അങ്ങ് മാറ്റിവെച്ച ഈ 1000 വെള്ളിപ്പണം അദ്ദേഹത്തിന് നൽകുക എന്ന്.
പിറ്റേ ദിവസം രാവിലെ ഉറിയൻ മഠം ഉണരുമ്പോൾ ഈ സ്വപ്നത്തിന്റെ ഓർമ്മ എന്ന് പറയുന്നത് ഉറിയൻ മഠത്തിനുണ്ട്. എങ്കിലും ഉറിയൻ മഠത്തിന് അത് വിശ്വാസം ആവുന്നില്ല. അങ്ങനെ ആരെങ്കിലൊക്കെ തന്നെ സമീപിക്കുമോ ഈ പണത്തിന് വേണ്ടി എന്നുള്ള ചിന്തയാണ് ഉറിയൻ മഠത്തിന്റെ മനസ്സിൽ വരുന്നത്. പിന്നെ തന്റെ മനസ്സിൽ എവിടെയൊക്കെയോ ഉറങ്ങിക്കിടന്ന പിശുക്കും ഉത്ഭവിക്കുകയാണ്. പിന്നെ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഈ പണം എന്ന് പറയുന്നത് തന്റെ നേർച്ചയാണ്, അതായത് ഗുരുവായൂരപ്പന് വേണ്ടി താൻ മാറ്റിവെച്ച പണമാണ്, അതുകൊണ്ട് തന്നെ താൻ ഇത് ആർക്കും കൊടുക്കുകയില്ല എന്നൊക്കെയാണ് ഉറിയൻ മഠം ഇങ്ങനെ വിചാരിച്ചു കൂട്ടുന്നത്. അതായത് താൻ കണ്ട സ്വപ്ന ദർശനത്തിൽ തനിക്കൊരു വിശ്വാസവും തോന്നുന്നില്ല, ഉറിയൻ മഠത്തിന് യാതൊരു വിശ്വാസവും തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതേസമയം തന്നെ മറ്റൊരിടത്ത് ഗുരുവായൂരില് 41 ദിവസം തൊഴുത് ഭജന ഇരിക്കാൻ വരുന്ന ഒരു ദരിദ്ര ബ്രാഹ്മണനും ഒരു സ്വപ്ന ദർശനം ഭഗവാൻ നൽകുകയാണ്. അദ്ദേഹത്തിന് 2 പെൺമക്കളാണ്. വിവാഹം കഴിച്ചു കൊടുക്കാൻ ഒരു വഴിയും ഇല്ല. സദാ ഭഗവാനെ വിചാരിച്ചും ഭഗവാനെ സ്മരിച്ചും ജീവിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഭഗവാൻ സ്വപ്ന ദർശനം കൊടുക്കുകയാണ്. എന്താണ് ഭഗവാൻ പറയുന്നത് സ്വപ്നത്തിലൂടെ? നാളെ താങ്കൾ കുളക്കടവിലേക്ക് ചെല്ലുമ്പോൾ ഒരു ചുവന്ന കിഴി കാണാം. ആ കിഴിയിൽ നിറയെ വെള്ളി നാണയങ്ങളാണ്. ആ കിഴി എന്റേതാണ്, അങ്ങത് ധൈര്യമായി എടുത്തോളൂ. ആ പണം കൊണ്ട് മക്കളുടെ വിവാഹം നടത്തിക്കോളൂ എന്ന്. ഇതായിരുന്നു ആ ബ്രാഹ്മണൻ, ആ ദരിദ്ര ബ്രാഹ്മണൻ കണ്ട സ്വപ്നം എന്ന് പറയുന്നത്. ബ്രാഹ്മണന് ഭഗവാനിൽ അതിയായ വിശ്വാസവും അതിയായ ഭക്തിയും വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വപ്ന ദർശനം എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു. ഇത് സത്യമായി തീരുമെന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. പിറ്റേന്ന് ബ്രാഹ്മണൻ കുളക്കടവിലേക്ക് എത്തുകയാണ്. പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഉറിയൻ മഠത്തിന്. അപ്പോൾ ഉറിയൻ മഠത്തിനെ അവിടെ ഇരുത്തിയിട്ട് കുട്ടിപ്പറ്റ് എന്തോ എടുക്കാൻ വേണ്ടി ഇല്ലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഉറിയൻ മഠമാവട്ടെ ആ ഒരു കിഴിപ്പണം, അതായത് ചുവന്ന പട്ടിൽ പൊതിഞ്ഞ കിഴിപ്പണം തന്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് കാണുന്ന ബ്രാഹ്മണൻ ആകെ അന്തം വിട്ടു പോവുകയാണ്. അദ്ദേഹം വിചാരിക്കുകയാണ്, അദ്ദേഹം സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ ഒരു കിഴിപ്പണം അതാ അവിടെ ഇരിക്കുന്നുണ്ട്. ഉറിയൻ മഠം വിചാരിക്കുകയാണ്, കുളി കഴിഞ്ഞു വേണം ഇത് ഭഗവാനെ സമർപ്പിക്കാൻ എന്ന്. അങ്ങനെ ഉറിയൻ മഠം ആ കിഴി, അതായത് ആ ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ആ വെള്ളിക്കിഴി കൽപ്പടവിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബ്രാഹ്മണൻ ഏതാ അവിടെ വന്ന് നിൽക്കുന്നു. ആ കൽപ്പടവിൽ വെച്ച ആ കിഴിപ്പണമാണ് ബ്രാഹ്മണൻ കാണുന്നത്. ബ്രാഹ്മണൻ അവിടെ ശ്രദ്ധിക്കുമ്പോൾ മറ്റാരും തന്നെ അവിടെ ഇല്ല. ഉറിയൻ മഠം മാത്രമേ ഉള്ളൂ. അദ്ദേഹമാണെങ്കിൽ വാദരോഗത്തിന്റെ പിടിയിൽ പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. അവിടെയാണെങ്കിൽ കൽപ്പടവില് കിഴിപ്പണം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ബ്രാഹ്മണൻ വിചാരിക്കുകയാണ്, ഇത് തന്നെ ആയിരിക്കുമോ ഭഗവാൻ പറഞ്ഞത്, ഇത് തനിക്ക് എടുക്കാമോ എന്നുള്ള ചിന്തയൊക്കെ ബ്രാഹ്മണന്റെ മനസ്സിലൂടെ വരികയാണ്. അപ്പോൾ പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭഗവാൻ ഇതിങ്ങനെ പറയുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുന്നത്. പെട്ടെന്ന് എടുത്തോളൂ, അത് എന്റെ പണമാണ്, താങ്കൾക്ക് അത് അവകാശപ്പെട്ടതാണ്, താങ്കൾ അത് എടുത്തോളൂ എന്നൊക്കെ ഭഗവാൻ ഇങ്ങനെ ഇരുന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പറയുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. ഇത് നിന്റെ പണമാണ്, ഇത് നിനക്കായി ഞാൻ മാറ്റിവെച്ചതാണ്, അതുകൊണ്ട് നീ ഇത് എടുത്തോളൂ, വേഗം എടുത്ത് ഓടിക്കോളൂ എന്ന് ഭഗവാൻ അദ്ദേഹത്തിന്റെ ഉള്ളിലിരുന്ന് പറയുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ബ്രാഹ്മണൻ പിന്നീട് ശങ്കിച്ചില്ല. വേഗം ആ പടവുകൾ ഇറങ്ങി ആ കിഴിയെടുത്ത് ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉറിയൻ മഠം തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാണുന്നത് ഭഗവാനെ സമർപ്പിക്കാൻ വേണ്ടി താൻ സൂക്ഷിച്ചു കൊണ്ടുവന്ന വെള്ളിക്കിഴിയാണ് ആരോ എടുത്തോണ്ട് ഓടുന്നത്. ഉറിയൻ മഠത്തിന് അത് കണ്ടപ്പോ സഹിച്ചില്ല. അദ്ദേഹം അപ്പോൾ തന്നെ കുളക്കടവിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ആ ഒരു വ്യക്തിയുടെ, അതായത് ആ ബ്രാഹ്മണന്റെ പിന്നാലെ കള്ളൻ എന്ന് വിളിച്ച് ഓടാൻ തുടങ്ങി. കള്ളൻ കള്ളൻ, ദാ എന്റെ പണവും എടുത്തോ, ആരോ ഓടുന്നേ എന്ന് പറഞ്ഞ് ഉറിയൻ മഠം വളരെയധികം കഷ്ടപ്പെട്ട് ആ കുളത്തിന്റെ പടവുകളൊക്കെ ചാടി ഓടി അങ്ങോട്ട് കയറുകയാണ്. അദ്ദേഹത്തിന്റെ പിന്നാലെ പണക്കിഴിയും തേടി ഓടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്, ബഹളം കൂട്ടുകയാണ് ഉറിയൻ മഠം. എന്നിട്ട് ഉറിയൻ മഠം ആ ബ്രാഹ്മണന്റെ പിന്നാലെ അദ്ദേഹത്തിന്റെ ഒപ്പം എത്താൻ വേണ്ടി കിഴിപ്പണം തിരിച്ചു വാങ്ങാൻ വേണ്ടി ഓടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാദരോഗം വന്ന വ്യക്തിയാണ് ഉറിയൻ മഠം. കാലുകളൊക്കെ കുഴഞ്ഞു പോകുന്നുണ്ട്. എങ്കിൽ കൂടെ ആ ഭഗവാനെ സമർപ്പിക്കാനുള്ള പണമാണ് തട്ടിക്കൊണ്ടു പോയത് എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തെ വെറുതെ ഇരുത്തിയില്ല. അദ്ദേഹം കാലും കൈയൊക്കെ കുടഞ്ഞു ഓടാനും ആ പണത്തിന്റെ അടുത്ത് എത്താനുള്ള തത്രപ്പാടിലായി. അങ്ങനെ ഉറിയൻ മഠത്തിന്റെ ശ്രമം പതിയെ പതിയെ ഇങ്ങനെ പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഓടുമ്പോൾ ഉറിയൻ മഠത്തിന് ഒട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യം വേച്ച് ഇങ്ങനെ ഓടുകയാണ്. പിന്നീട് ശക്തിയായി ഓടാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്.
അങ്ങനെ പണത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിൽ ശക്തിയായി ഉറിയൻ മഠം ഓടാൻ തുടങ്ങി. ഓടി ഓടി ഗുരുവായൂർ ക്ഷേത്രം 3 പ്രാവശ്യം വലം വെച്ച് കഴിഞ്ഞു നമ്മുടെ ഉറിയൻ മഠം. കള്ളന് വേണ്ടിയുള്ള ഓട്ടമായിരുന്നല്ലോ, പക്ഷേ കള്ളനെയും കിട്ടിയില്ല, പണക്കിഴയും കിട്ടിയില്ല. അങ്ങനെ ഓടി ഓടി അവശനായി വളരെ ദുഃഖിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ആ കൊടിമരത്തിന്റെ മുന്നിൽ വന്ന് നിന്ന് ഭഗവാനോട് സങ്കടം പറയുകയാണ് ഉറിയൻ മഠം. അങ്ങേക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന വെള്ളിപ്പണം ആരോ കട്ടോട്ട് പോയി, ഞാൻ ഇനി എന്ത് ചെയ്യും എന്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് ഉറിയൻ മഠം ഭയങ്കര വിഷമത്തോടു കൂടി ഭഗവാനോട് സങ്കടം പറയുകയാണ്. അപ്പോഴാണ് ആ ശ്രീകോവിൽ നിന്ന് ഒരു ദിവ്യപ്രകാശം ഉറിയൻ മഠത്തെ നോക്കി സംസാരിക്കുന്നതായി ഉറിയൻ മഠത്തിന് തോന്നുകയാണ്. അപ്പോൾ എന്താണ് ആ ദിവ്യപ്രകാശം? ഗുരുവായൂരപ്പനാണത്. എന്താണ് പറയുന്നത് ഉറിയൻ മഠത്തിനോട്? ഹേ ഉറിയൻ മഠം, താങ്കൾ എന്തിനാണ് വിഷമിക്കുന്നത്? ആ പണക്കിഴി അത് എന്റേതാണ്, ഞാൻ തന്നെയാണ് ആ ബ്രാഹ്മണനോട് അത് എടുത്തുകൊണ്ട് പോവാൻ പറഞ്ഞത്. പരസഹായമില്ലാതെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അങ്ങ് ഇപ്പോൾ എത്ര ദൂരമാണ് ഓടിയിരിക്കുന്നത്? അങ്ങയുടെ വാതരോഗം ഞാൻ നിശേഷം മാറ്റിയില്ലേ, ഇനി അങ്ങേക്ക് എന്താണ് വേണ്ടത്? വേഗം ദർശനം കഴിഞ്ഞ് ഇല്ലത്തിലേക്ക് പൊയ്ക്കോളുക എന്ന്. അനാവശ്യമായ ദുഃഖങ്ങളൊന്നും അങ്ങേക്ക് വേണ്ട. അങ്ങയുടെ വാതരോഗം ഞാൻ തീർത്തും മാറ്റി തന്നിട്ടുണ്ട്. ഇനി വേഗം ഇല്ലത്തിലേക്ക് പുറപ്പെട്ടോളൂ എന്നാണ് ഗുരുവായൂരപ്പൻ പറയുന്നത്. അപ്പോഴാണ് ഉറിയൻ മഠം ശ്രദ്ധിക്കുന്നത്, ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ, അതായത് മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത ഉറിയൻ മഠത്തിന്റെ കയ്യും കാലും ഭയങ്കരമായി പ്രവർത്തിച്ചു തുടങ്ങി. അദ്ദേഹത്തിന് മറ്റാരെ പോലെയും ഓടാനും നടക്കാനും ചാടാനും ഒക്കെ കഴിയാൻ തുടങ്ങി. അപ്പോഴാണ് ഉറിയൻ മഠം സ്വയം തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്, തന്റെ വാതരോഗമെല്ലാം ഭഗവാൻ മാറ്റി തന്നിരിക്കുകയാണ്. അതും ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ഭഗവാൻ അതെല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നത്. താൻ രോഗമുക്തനായിരിക്കുന്നു, താൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു എന്ന് അപ്പോഴാണ് ഉറിയൻ മഠം ശരിക്കും തിരിച്ചറിയുന്നത്. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ എന്നാണ് ഉറിയൻ മഠം അന്ന് ആ നടയിൽ നിന്ന് പറയുന്നത്. ഹേ വാതാലയേശ, അങ്ങേ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു എന്നാണ് നിറ കണ്ണുകളോടുകൂടെ ഉറിയൻ മഠം അവിടെ നിന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ അത്ഭുതം അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എല്ലാം, അതായത് ഈ പ്രപഞ്ചത്തിന്റെ ഓരോ സൃഷ്ടി പോലും ഈശ്വരൻ്റെതാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മുടേത് എന്ന് പറഞ്ഞുള്ളത്? ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമുക്കുള്ളതെല്ലാം ഈശ്വരനൊരു നിമിഷം മതി തിരിച്ചെടുക്കാനും, അതുപോലെ തന്നെ ഇല്ലാത്തതെല്ലാം നൽകാനും ഒരു നിമിഷം തന്നെ മതി. ഉറിയൻ മഠത്തിന്റെ ആ ഒരു പിശുക്കും അന്നത്തോടുകൂടെ ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. പുതിയൊരു മനുഷ്യനായിട്ടാണ് ഉറിയൻ മഠം പിന്നീട് ഇല്ലത്തേക്ക് യാത്രയാവുന്നത്. ഉറിയൻ മഠം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ അനുഭവത്തിൽ നിന്നും ഏറ്റവും വലിയൊരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. അതായത് എന്തുണ്ട് എന്ന് പറഞ്ഞിട്ടും, അതായത് ധനവും ആഢ്യത്വം കീർത്തിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ഒരു മനുഷ്യായുസിൽ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിക്ക് വേണ്ടത് ആയുസ്സും 1000 ആരോഗ്യ സൗഖ്യവും തന്നെയാണ്. എങ്കിൽ മാത്രമേ അയാൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തുണ്ട് എന്ന് പറഞ്ഞാലും അത് അനുഭവിക്കാനുള്ള ഒരു യോഗവും കൂടെ ഉണ്ടാവുള്ളൂ. സഹായികളായി കൂടെ വന്ന എല്ലാവരെയും ഉറിയൻ മഠം തിരിച്ചയച്ച് താൻ തന്നെ സമർപ്പിച്ച് 41 ദിവസം അവിടെ ഗുരുവായൂരിൽ തന്നെ ഭജനയിരിക്കാൻ തീരുമാനിക്കുകയാണ് ഉറിയൻ മഠം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണത്തിലെ അവസാന ശ്ലോകത്തിന്റെ അവസാന വരിയും രചിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് അദ്ദേഹത്തിനോട് ഭഗവാൻ ചോദിക്കുകയാണ് താൻ എന്താണ് വേണ്ടത് എന്ന്. അതായത് ഭട്ടതിരിക്ക് എന്ത് വരപ്രസാദമാണ് വേണ്ടത് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അപ്പോൾ ഭട്ടതിരി പറയുകയാണ്, നാരായണീയം ചൊല്ലുകയോ കേൾക്കുന്ന ആൾക്കാരുടെയോ കൂടെ ഭഗവാൻ സദാ എന്നും ഉണ്ടാവണം എന്ന്. അപ്പോൾ ഭഗവാൻ അത് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഭഗവാൻ ചോദിച്ചു, ഇനി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇനി താങ്കൾക്ക് എന്താണ് ആവശ്യം എന്ന്. അപ്പോൾ നാരായണ ഭട്ടതിരിപ്പാട് പറയുകയാണ്, നാരായണീയം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് സദാ സൗഖ്യം കൊടുക്കണം എന്ന്. ഭഗവാൻ അതും സമ്മതിക്കുകയാണ്. മേൽപ്പത്തൂർ വീണ്ടും പറഞ്ഞു, ആരോഗ്യ സൗഖ്യം കൂടെ കൊടുക്കണം എന്ന്. അപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ്, എന്താണ് സൗഖ്യവും ആരോഗ്യ സൗഖ്യവും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പറയുകയാണ്, ജീവിതത്തിൽ എല്ലാ സുഖവും ലഭിക്കുക എന്നുള്ളതാണ് ഈശ്വര കടാക്ഷം. അതിനെയാണ് നമ്മൾ സൗഖ്യം എന്ന് പറയുന്നത്.
എന്നാൽ എല്ലാ സുഖങ്ങളും ലഭിച്ചിട്ട് കാര്യമില്ല, അത് അനുഭവിക്കാനുള്ള ഒരു യോഗം കൂടെ വേണം. ആ യോഗത്തെയാണ് ആരോഗ്യമെന്നും ആരോഗ്യ സൗഖ്യമെന്നും പറയുന്നത്. ആരോഗ്യം ഉണ്ടായാലേ എന്തൊക്കെ സുഖം ലഭിച്ചാലും കാര്യമുള്ളൂ. കാരണം നമുക്കൊരു അനുഭവ യോഗവും കൂടെ ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ സൗഖ്യവും കൂടെ കൊടുക്കണേ ഭഗവാനെ എന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ഒരു പുഞ്ചിരി തൂകി ഭഗവാൻ അതും സമ്മതിക്കുകയാണ്. എന്നിട്ട് മേൽപ്പത്തൂര് വീണ്ടും പറയുകയാണ്, ആരോഗ്യം മാത്രം പോരാ ഭഗവാനെ, ആയുസ് കൂടെ നൽകണം എന്ന്. അതായത് നാരായണീയം കേൾക്കുകയോ വായിക്കുകയോ അതുപോലെ തന്നെ പാരായണം ചെയ്യുകയോ ചെയ്യുന്ന ഏതൊരു ഭക്തനിലും ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കണേ ഭഗവാനമേ എന്ന് മേൽപ്പത്തൂര് ഭഗവാന്റെ അടുത്ത് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഭഗവാൻ സന്തോഷത്തോടുകൂടെ സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു മനുഷ്യായുസ്സില് ആയുരാരോഗ്യ സൗഖ്യത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നാരായണീയത്തിന്റെ അവസാന ശ്ലോകവും അത് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും ആയുസ്സും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വീണ്ടും ഇതുപോലെ നല്ല കഥകളായി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതുവരെ ജയ് ശ്രീകൃഷ്ണ, ഹരേ ഹരേ.